സർ ആർതർ കോനൻ ഡോയിൽ, ഷെർലക് ഹോംസ്. അപ്പോൾ സർപ്പകന്മാർക്കൊരു ചക്രവർത്തി ഉണ്ടെങ്കിൽ അതാണ് ഷെർലക് ഹോംസ്. തൻ്റെ സൃഷ്ടാവായ ആർതർ കോനൻ ഡോയിലിനെക്കാളും 10 മടങ്ങ് പ്രശസ്തി ഹോംസ് നേടി. സർ ആർതർ കോനൻ ഡോയിൽ എന്ന പേര് കേൾക്കാത്തവർ കൂടി ഷെർലക് ഹോംസ് എന്ന പേര് സുപരിചിതമായിരിക്കും. ഷെർലക് ഹോംസ് നേടിയ പ്രശസ്തിക്ക് മുഴുവൻ അവകാശി ഡോയിൽ തന്നെ. എന്നാൽ അദ്ദേഹത്തിൻ്റെ രചനാ വൈഭവത്തിൻ്റെ തണലിലാണല്ലോ ഹോംസ് വളർന്നത്. ഷെർലക് ഹോംസിന് മുമ്പും പിമ്പും അനവധി ഡിറ്റക്റ്റീവുകൾ ഉണ്ടായിട്ടുണ്ട്, അഥവാ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പലതരം കഴിവുകളുള്ളവരായിരുന്നു അവർ. ഉന്നൻ രക്താതെ വെടിവയ്ക്കാൻ കഴിവുള്ളവർ, വെള്ളത്തിനടിയിൽ 5-10 മിനിറ്റ് കിടന്നപ്പോൾ ഒരു കുഴപ്പവും സംഭവിക്കാത്തവർ, സ്വന്തം കോട്ടിൻ്റെ ബട്ടൺസിന് പകരം ബോംബ് കൊണ്ട് നടക്കുന്നവർ തുടങ്ങി കഥാകൃത്തിൻ്റെ സ്വപ്ന സദൃശമായ അതോ പ്രാണമായ ചിന്താസാരണികളിലൂടെ വഴി നടന്നെത്തിയവർ. എന്നാൽ അവരെല്ലാം ഒറ്റ വായനയിലൂടെ മാത്രം വായിച്ചുള്ളവരായിരുന്നു. അത് കഴിയുമ്പോഴേക്കും അവർ വിസ്മൃതിയിലാണ്ടു കഴിയും. എന്നാൽ ഹോംസ് ചിരഞ്ജീവിയായി കാലഘട്ടങ്ങളെ അതിജീവിക്കുന്നു. ആകെ ഒരു കഴിവ് മാത്രമായിരുന്നു ഹോംസിനെ പ്രശസ്തമാക്കിയത്. മറ്റുള്ളവരെ നിഷ്പ്രഭരാക്കുന്ന ഒരു കഴിവ്, അസാധാരണമായ നിരീക്ഷണ പാഠവും. ആ കഴിവിൻ്റെ അനുരണനങ്ങൾ മിന്നൽ പിളർ പോലെ പല കഥകളിലും കാണാം. ഹോംസ് ഡോക്ടർ വാട്സനെ കണ്ടുമുട്ടിയപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം, നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണോ വരുന്നത് എന്നാണ്. അത് കേട്ട് പകച്ച വാട്സൺ അദ്ദേഹം അത് കണ്ടുപിടിച്ച രീതി വെളിപ്പെടുത്തിയപ്പോൾ കൂടുതൽ അമ്പരിക്കുകയാണ്. ഈ സ്റ്റഡി ഇൻ സ്കാർലറ്റ് എന്ന നോവലിൽ വാട്സൻ്റെ സംശയ നിവൃത്തിക്കായി ഒരു തെരുവിൻ്റെ അങ്ങേയറ്റത്ത് കൂടി നടന്നു വരുന്ന ഒരാളുടെ തൊഴിൽ കൂടി കൃത്യമായി ഹോംസ് പ്രവചിക്കുന്നു. ദ സൈനിങ് ഓഫ് വാർ എന്ന നോവലിൽ ഡോക്ടർ വാട്സൻ്റെ വാച്ച് നോക്കി അതിൻ്റെ മുൻ ഉടമസ്ഥനെ കുറിച്ച്, അത് വാട്സൻ്റെ ജ്യേഷ്ഠൻ തന്നെയായിരുന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വാട്സനെ മാത്രമല്ല വായനക്കാരെ അതിശയിപ്പിക്കുന്നു. ദ ഗ്ലോറിയസ് കോട്ടാണ് ഹോംസിൻ്റെ ആദ്യത്തെ കേസ്. അതിൽ ദുരൂഹമായ കോഡ് സന്ദേശം അദ്ദേഹം വായിച്ചെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഹപാഠിയുടെ അച്ഛനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ സമനില തെറ്റിക്കുന്നു എന്ന സ്ഥിതിയിലെത്തുന്നു. ഇങ്ങനെ ഓരോ കഥയിലും എത്ര ഉദാഹരണങ്ങൾ. അതും 1927 കാലഘട്ടത്തിലാണ് സർ ആർതർ കോനൻ ഡോയിൽ ഹോംസ് കഥകൾ എഴുതിയിട്ട്. ആ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ട് ഇന്ന് എത്രയോ മാറി. കുറ്റാന്വേഷണത്തെ സംബന്ധിച്ച് തന്നെ അന്നത്തെ കാഴ്ചപ്പാടുകൾ പലതും അബദ്ധജടിലങ്ങളാണെന്ന് കാലം തെളിയിച്ചു. ഇതൊക്കെയാണെങ്കിലും ഇന്നും സ്കോട്ട്ലാൻഡ് യാർഡ് ബോർഡിലുള്ള പ്രമുഖ കുറ്റാന്വേഷണ പരിശീലന കേന്ദ്രങ്ങൾ തങ്ങളുടെ കരിക്കുലത്തിലും ഹോംസ് കഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന വസ്തുത കോനൻ ഡോയിലിൻ്റെ കൃതികളുടെ കാലാതീത സ്വഭാവം വ്യക്തമാക്കുന്നു. ഹോംസ് കഥകൾ എഴുതിയ സർ ആർതർ കോനൻ ഡോയിൽ 1859 ബ്രിട്ടനിലെ എഡിൻബറയിൽ ജനിച്ചു. മെഡിക്കൽ ബിരുദം നേടി അദ്ദേഹം 8 വർഷത്തോളം പ്രാക്ടീസ് ചെയ്തെങ്കിലും ഡോക്ടർ എന്ന നിലയിൽ ശോഭിച്ചില്ല. അദ്ദേഹത്തിനെ സന്ദർശിക്കാൻ അധികം രോഗികളും എത്തിയില്ല. അമ്മ കൂലിവേല ചെയ്ത് കിട്ടിയ പണം കൊണ്ടായിരുന്നു അദ്ദേഹം ചെലവ് കഴിച്ചിരുന്നത്. മുറി വാടക കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ കോട്ടും വാച്ചും അദ്ദേഹം പണയം വെച്ചു. ഒടുവിൽ പട്ടിണി സഹിക്കാതെ വന്നപ്പോഴാണ് ഡോയിൽ കഥകൾ എഴുതാൻ തുടങ്ങിയത്. ചരിത്ര നോവലുകളും ശാസ്ത്ര നോവലും ഒക്കെ എഴുതിയെങ്കിലും 1887 എഴുതിയ എ സ്റ്റഡി ഇൻ സ്കാർലറ്റ് എന്ന കുറ്റാന്വേഷണ നോവലിലൂടെയാണ് ഡോയിലിനെ വായനക്കാർ ശ്രദ്ധിച്ചത്. ഡോയിലിനെ പ്രസിദ്ധനാക്കിയതേക്കാട്ടെ ഷെർലക് ഹോംസ് എന്ന കഥാപാത്രം വളരെയേറെ ആലോചന ഡോയിൽ ഈ പേര് കണ്ടുപിടിച്ചത്. ഈ പേര് ആദ്യമായി കുറിച്ചിട്ട് ഡോയിലിൻ്റെ ഡയറി ഇന്ന് ബ്രിട്ടീഷ് മ്യൂസിയത്തിലുണ്ട്. കഥകളിൽ ഷെർലക് ഹോംസിനെ സുഹൃത്തായി പ്രത്യക്ഷപ്പെടുന്ന ഡോക്ടറാണ്. വാട്സൺ രേഖപ്പെടുത്തിയ ഓർമ്മക്കുറിപ്പുകളുടെ രീതിയിലാണ് ഡോയിൽ കഥകൾ അവതരിപ്പിച്ചത്. എഴുത്തുകാരൻ ജീവിച്ചിരിക്കാൻ തന്നെ അദ്ദേഹത്തെ സൃഷ്ടിച്ച കഥാപാത്രം ചരിത്രപുരുഷനായി മാറി. ഷെർലക് ഹോംസ് എന്ന പേരിന് കഥാകൃത്തിനേക്കാൾ പ്രശസ്തി ലഭിച്ചു. ഹോംസ് സൊസൈറ്റികളും ഹോംസ് മാസികയും മറ്റും നിലവിൽ വന്നു. 100 കണക്കിന് ആളുകൾ ഹോംസിൻ്റെ ആസ്ഥാനമായ ലണ്ടനിലെ ബേക്കർ സ്ട്രീറ്റിലെ 221 നമ്പർ വീട്ടിലേക്ക് കത്തുകൾ എഴുതി. ഹോംസും ഈ മേൽവിലാസവും ഡോയിലിൻ്റെ ഭാവന സൃഷ്ടിയാണെന്നുള്ള കാര്യം വായനക്കാർ മറന്നു. ഹോംസിനെ ജീവനൊരു ആരാധനാപാത്രമാക്കി മാറ്റാനായിരുന്നു അവർക്ക് ഇഷ്ടം. 60-ലേറെ കഥകളിൽ ഷെർലക് ഹോംസ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വളരെയേറെ സമയവും തയ്യാറെടുപ്പും വേണ്ടിയിരുന്നു ഓരോ കഥയ്ക്കും. അതുകൊണ്ടാവാം ഫൈനൽ പ്രോബ്ലം എന്ന കഥയിൽ ഹോംസ് കൊല്ലപ്പെടുന്നതായി ഡോയിൽ എഴുതി വെച്ചത്. പക്ഷേ വായനക്കാർ ഈ ക്രൂരകൃത്യം സഹിച്ചില്ല. ജനമിളകി. തെരുവുകൾ അക്രമങ്ങൾ പകർന്നു. വീണ്ടും ഹോംസ് കഥകൾ എഴുതാൻ പലരും ഡോയിലിനോട് ആവശ്യപ്പെട്ടു. ചിലർ ഭീഷണിപ്പെടുത്തി ഹോംസിനെ വീണ്ടും സൃഷ്ടിച്ച കഥ എഴുതണമെന്നും അങ്ങനെ എഴുതുന്ന കഥയിലെ ഓരോ വാക്കിൽ $500 വീതം നൽകാമെന്നും ചില പ്രസാധകർ ഡോയിലിനെ അറിയിച്ചു. വായനക്കാരുടെയും പ്രസാധകരുടെയും നിർബന്ധം സഹിക്കാനാവാതെ ഡോയിൽ വീണ്ടും ഹോംസ് കഥകൾ എഴുതി. ദ എംപ്റ്റി ഹൗസ് എന്ന കഥയിലൂടെയാണ് മരിച്ചു എന്ന് വിശ്വസിക്കപ്പെട്ട ഹോംസ് തിരിച്ചു വരുന്നത്. തുടർന്ന് കോനൻ ഡോയിൽ എഴുതിയ ഓരോ ഹോംസ് കഥയ്ക്കും £10,000 വീതമാണ് പ്രസാധകർ നൽകിയത്. ഒരു കുറ്റാന്വേഷണ സാഹിത്യകാരൻ മാത്രമല്ല കോനൻ ഡോയിൽ. 6 വാല്യങ്ങളിൽ പുറത്തിറക്കിയ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ചരിത്രം അദ്ദേഹത്തിൻ്റെ ചരിത്ര പണ്ഡിത്യത്തിലും പരിശ്രമശീലത്തിനും സാക്ഷ്യം വഹിക്കുന്നു. ശാസ്ത്ര നോവലുകൾ എഴുതിയിട്ടുള്ള അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. നേവിയുടെ ലൈഫ് ജാക്കറ്റ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളൊന്നാണ്. നല്ലൊരു ഗുസ്തിക്കാരനും സ്പോർട്സ് താരവുമായിരുന്നു ഡോയിൽ.
എന്നാൽ ഷെർലക് ഹോംസ് കഥകൾ സൂര്യവെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ മറ്റെല്ലാ സംഭാവനകളും മിന്നാമിനുങ്ങളെ പോലെയായി. ഹോംസ് കഥകളുടെ രചയിതാവായ ആ പെരുമയെ പിന്നിലാക്കാൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു നേട്ടത്തിന് കഴിഞ്ഞില്ല. ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ഡോയൽ ഇപ്രകാരം എഴുതി: ഹോംസിനെ സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ ജീവിതത്തിൽ ഇത്രയൊക്കെ ചെയ്തു തീർക്കാൻ എനിക്ക് കഴിയുമായിരുന്നെന്ന് സംശയമാണ്. പ്രിയപ്പെട്ട വായനക്കാരെ, ഗുഡ് ബൈ. നിങ്ങൾക്കും ഷെർലക് ഹോംസിനും. 1930 ജൂലൈ 7 കോനൻ ഡോയൽ മരിച്ചു. പക്ഷേ ഷെർലക് ഹോംസ് എന്നും ജീവിക്കുന്നു.